ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്, ഞാനിവിടെ 2 ചിത്രങ്ങൾ വെച്ചിട്ടുണ്ട്. ഈ ഒരു ചിത്രത്തിനോടൊപ്പം തന്നെ നിങ്ങൾ ആരെയാണോ മനസ്സിൽ വിചാരിക്കുന്നത് ആ വ്യക്തിയെ മനസ്സിൽ വിചാരിച്ചതിന് ശേഷം ഇതിൽ നിന്നും ഒരു ചിത്രം തിരഞ്ഞെടുക്കുക. ആ വ്യക്തിയുടെ കറണ്ട് സിറ്റുവേഷൻ എന്താണ്, ആ വ്യക്തിയുടെ ക്യാരക്ടർ എന്താണ്, ആ വ്യക്തി ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന സാഹചര്യം എന്താണ്, അതിനെക്കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ ഇൻറ്റ്യൂഷനോട് ചോദിച്ചതിന് ശേഷം 3 തവണ ശ്വാസം വലിച്ച് വിട്ടതിന് ശേഷം നിങ്ങൾക്ക് ചിത്രം തിരഞ്ഞെടുക്കാവുന്നതാണ്. അപ്പോൾ ആദ്യമായി നമ്മൾ നോക്കാൻ പോകുന്നത് ഫസ്റ്റ് പൈൽ തിരഞ്ഞെടുത്ത വ്യക്തിയുടെ ചിന്താഗതികൾ, അല്ലെങ്കിൽ ഫസ്റ്റ് ചിത്രം തിരഞ്ഞെടുത്ത വ്യക്തികളുടെ, നിങ്ങൾ ആരെയാണോ മനസ്സിൽ വിചാരിച്ചിരിക്കുന്ന ആ ഒരു വ്യക്തിയുടെ കറണ്ട് സിറ്റുവേഷനും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആ ഒരു വ്യക്തിയുടെ കറണ്ട് സിറ്റുവേഷനാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് പൈൽ ചൂസ്, അതായത് ആദ്യത്തെ ചൂസ് ചെയ്ത ഓക്കെ. അപ്പോൾ നമുക്ക് ആദ്യത്തെ കാർഡ് ചൂസ് ചെയ്ത ആൾക്കാരുടെ കാർഡ് കിട്ടിക്കഴിഞ്ഞ് ഐ തിങ്ക് എനിക്ക് തോന്നുന്നത് റിലേഷൻ നമുക്ക് നോക്കാം. എന്താണെന്ന് അറിഞ്ഞൂടാ, നമുക്ക് നോക്കിയാൽ മാത്രമാണ് ഇതറിയാൻ പറ്റുന്നത്. എന്നാണ് ഈ വ്യക്തിയെക്കുറിച്ച് നിങ്ങൾ അറിയേണ്ടത്, അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ ക്യാരക്ടർ എന്താണ്, ഈ വ്യക്തിയുടെ സിറ്റുവേഷൻ എന്താണ്, അതൊക്കെയാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. നമുക്ക് നോക്കാം എന്താണ് നിങ്ങൾ മനസ്സിൽ വിചാരിച്ച വ്യക്തിയെക്കുറിച്ച് നിങ്ങൾ അറിയേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്. ഐ തിങ്ക് ഈ വ്യക്തി ഭയങ്കര വിക്ടറി സക്സസിൻ്റെ പീക്കിൽ നിൽക്കുന്ന ഒരു വ്യക്തി ആയിരിക്കാം മേ ബി. അല്ലെന്നുണ്ടെങ്കിൽ ഈ വ്യക്തി എന്ത് ചെയ്താലും, എന്തിൽ തന്നെ തൊട്ട് കഴിഞ്ഞാലും വിക്ടറി സക്സസ് ഈ വ്യക്തിയുടെ കൂടെ തന്നെ ഉണ്ട്. അല്ലെങ്കിൽ ഈ വ്യക്തി ജനിച്ചിരിക്കുന്നത് തന്നെ വിക്ടറി സക്സസ് ഉണ്ടാവാൻ വേണ്ടിയാണ്. ഈ വ്യക്തിയുടെ ജന്മം തന്നെ അങ്ങനത്തെ ഒരു ലൈഫ് സ്പാൻ, അല്ലെങ്കിൽ ജീനിൽ അതുണ്ടായിരിക്കാം മേ ബി, അല്ലെങ്കിൽ ലൈഫ് സ്പാൻ ഉണ്ടായിരിക്കാം. ഈ വ്യക്തി എന്തിൽ ചെന്ന് തൊട്ടാലും എന്ത് തന്നെ ചെയ്താലും അതൊരു വിക്ടറി, ഒരു സക്സസ് ഉണ്ടാവുന്നൊരു സിറ്റുവേഷനാണ് പോകുന്നത്. മേ ബി ഈ വ്യക്തി ഒരു റിലേഷൻഷിപ്പിൽ പോയി കഴിഞ്ഞാലും, അല്ലെങ്കിൽ ഈ വ്യക്തി ഒരു ബിസിനസ്സിൽ തുടങ്ങിക്കഴിഞ്ഞാലും, ഈ വ്യക്തി ഒരു എക്സാം എഴുതി കഴിഞ്ഞാലും, എല്ലാത്തിലും ഈ ഒരു ജോബായാലും എല്ലാത്തിലും ഈ വ്യക്തി അട്രാക്റ്റ് ചെയ്യുന്ന ഒരു തരത്തിലുള്ള എനർജി, അല്ലെങ്കിൽ എല്ലാം സക്സസ് ആവാനൊരു പ്ലാൻ ചെയ്ത് എല്ലാം സെറ്റ് ചെയ്യാനുള്ളൊരു കഴിവ് ഈ വ്യക്തിക്ക് ഉണ്ടാവുന്നതായിട്ട് കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ കൂടുതലും വിക്ടറി സക്സസ് ഈ വ്യക്തിയുടെ ലൈഫ് സ്പാൻ തന്നെ ഉണ്ടാവുന്നതായിട്ടും കാണാൻ പറ്റുന്നുണ്ട്. അതേപോലെ തന്നെ ഈ വ്യക്തിയുടെ പിറകെ, അല്ലെങ്കിൽ ഈ വ്യക്തിക്ക് വേണ്ടി ആരാധികമാരോ ഇഷ്ടംപോലെ ആൾക്കാർ ഈ വ്യക്തിയുടെ ലൈഫിലോട്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയ വഴി, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ്, അങ്ങനെയൊക്കെ ഇഷ്ടംപോലെ സോഷ്യൽ മീഡിയാസ് വഴി, അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ എനർജി വഴി ഈ വ്യക്തി ഇഷ്ടംപോലെ പ്രൊപ്പോസൽ വരുന്നുണ്ട്. ഈ വ്യക്തിയെ ആരാധിക്കുന്ന ആൾക്കാരുണ്ട്. കാരണം ഭയങ്കര സെക്സി ആയിട്ട്, ഇൻ്റലിജൻ്റ് ആയിട്ട്, ബ്രില്യൻ്റ് ആയിട്ട് ചിന്തിക്കാൻ പറ്റുന്ന, കുറച്ച് നോളജൊക്കെ ഉള്ളൊരു വ്യക്തിയായിട്ട്, കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ളൊരു വ്യക്തിയായിട്ടാണ് ഈ കാണാൻ പറ്റുന്നത്. കുറേ അധികം വ്യക്തികൾ ഈ വ്യക്തിയെ ആരാധിക്കുന്നുണ്ടെങ്കിൽ പോലും ഈ വ്യക്തി ഏതോ ഒരു വ്യക്തിയെ ഭയങ്കരമായി അഗാധമായി പ്രണയിക്കുന്നതായിട്ടും ആ വ്യക്തിയെ തന്നെ ഇഷ്ടപ്പെടുന്നതായിട്ടും ഇത് കാണാൻ പറ്റുന്നുണ്ട്. ഭയങ്കരമായിട്ടുള്ളൊരു സെക്സി ആയിട്ടുള്ള, ഹോട്ടായിട്ടുള്ളൊരു ലേഡി ആയിട്ടാണ്. ഏത് ഡ്രസ്സ് ഇട്ടാലും ഭയങ്കരമായി ചേരുന്നതും, ആൾക്കാർ കൂടുതലും അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു സിറ്റുവേഷനുള്ളൊരു, ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു ലേഡി ആയിട്ടാണ് കാണാൻ പറ്റുക. ഈ വ്യക്തിയുടെ ഒരു സിറ്റുവേഷൻ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ ഒരു എനർജിയുടെ ഒരു സിറ്റുവേഷൻ എന്തെന്ന് വെച്ചാൽ, ഇമോഷണൽ ലോസ്, എന്തോ ഒരു ലോസ് ഈ വ്യക്തി സംഭവിച്ചിട്ടുണ്ട്. മേ ബി ചൈൽഡ്ഹുഡ് ട്രോമാസ് ആയിരിക്കാം, മേ ബി ഐ തിങ്ക് എന്തോ ഒരു മാനസികപരമായിട്ടുള്ളൊരു നഷ്ടം ഈ വ്യക്തിക്ക് സംഭവിക്കുകയും ഈ വ്യക്തി അതിൽ നിന്നും ഇതുവരെ ഇറങ്ങാൻ പറ്റാത്തൊരു സിറ്റുവേഷനിൽ നിൽക്കും. അതാണ് എൻ്റെ കാര്യങ്ങൾക്ക് എല്ലാവർക്കും നഷ്ടം വരുന്നത്. ആ ഒരു ടൈമിൽ തന്നെയാണ് ആ വ്യക്തി ഇപ്പോഴും നിൽക്കുന്നത്. കാരണം അതിൽ എന്തോ ഒരു മാറ്റം ഉണ്ടായാൽ മാത്രമേ, അല്ലെങ്കിൽ അതാണ് എൻ്റെ നഷ്ടം, ഈ വ്യക്തിയിൽ കയ്യിൽ നിന്നും എന്തോ ഒരു കാര്യം നഷ്ടപ്പെട്ടു പോയി, അത് ഓർത്ത് ഇപ്പോഴും വിഷമിച്ചിരിക്കുന്നത്. മേ ബി ഫിനാൻഷ്യലായിരിക്കാം, റിലേഷൻഷിപ്പായിരിക്കാം, ഒരു ഫാദറോ മദറോ അങ്ങനെ എന്തെങ്കിലും ലൈഫിലുണ്ടായ എന്തെങ്കിലും ട്രോമാസ് ആയിരിക്കാം, ലൈഫിലുണ്ടായ അച്ഛനും അമ്മയും അങ്ങനെ എന്തെങ്കിലും നഷ്ടപ്പെട്ട ആൾക്കാരുടെ നഷ്ടങ്ങളായിരിക്കാം. അതിൽ തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത്. ആ ഒരു ട്രോമ ഈ കൊച്ചിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയുടെ ലൈഫിലുണ്ടാകുന്ന ട്രോമയിൽ ഭയങ്കര വിഷമിക്കുകയും ആ അടുത്തും പറയാണ്ട് മാനസികപരമായിട്ടും എന്താ പറയുക, ഒരു പ്രത്യേക ഒരു സിറ്റുവേഷനിലോട്ട് ഈ വ്യക്തിനെ കൊണ്ടെത്തിക്കുന്ന ആ ഒരു ടൈം ആയിരിക്കാം. മേ ബി ആ ഒരു വ്യക്തി, അല്ലെങ്കിൽ ആ ഒരു എനർജി ആയിരിക്കാം, ആ ഒരു എന്തോ ഒരു സംഭവം ആ വ്യക്തിയുടെ കയ്യിൽ നിന്നും അങ്ങോട്ടുണ്ട്. മേ ബി ഒരു ടിൻ ഫ്ലെയിം ജേണി, സോൾമേറ്റ് ജേണി, പാസ്റ്റ് ലൈഫ് കണക്ഷൻ, കാർമിക് സിറ്റുവേഷൻ, എന്തൊക്കെയോ ഭയങ്കരമായിട്ടും ബ്രില്യൻ്റ് ആയിട്ട് ഈ വ്യക്തിനെ എനർജി ഊറ്റിയെടുക്കുന്ന എന്തോ ഒരു കഴിവ്, അല്ലെങ്കിൽ എനർജി ഊറ്റിയെടുക്കാൻ പറ്റുന്ന എന്തൊരു പർപ്പസ് ഉള്ളതായിട്ടും കാണാൻ പറ്റുന്നുണ്ട് ഈ ഒരു ടൈമിൽ. എന്തൊക്കെയോ കാര്യങ്ങൾ, അല്ലെങ്കിൽ കഴിഞ്ഞു പോയൊരു കാര്യം ഭയങ്കരമായിട്ട് മൂവ് ഓൺ ചെയ്തിരിക്കുന്നു ആ വ്യക്തി. മേ ബി ടൈം ട്രാവലറാകാം, ടൈം കഴിഞ്ഞു പോയി, ഇല കൊഴിഞ്ഞ മരത്തിന് ഇനി പുതുതായിട്ടൊന്നും മുളച്ച് വരണം,
അതിനൊരു ടൈം കൊടുക്കണം. അപ്പോൾ മൂവ് ഓൺ, എന്തൊക്കെയോ കാര്യങ്ങൾ ആ വ്യക്തി ലൈഫിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാൻ വേണ്ടി ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ കഴിയുന്നില്ലെങ്കിൽ പോലും എന്തൊക്കെ കാര്യങ്ങൾ ആ വ്യക്തി ഇപ്പോൾ ഭയങ്കരമായിട്ടും അലട്ടുന്നുണ്ട്. മേ ബി ഭയങ്കരമായിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കാം ആ വ്യക്തിയുടെ സിറ്റുവേഷൻ, ഭയങ്കര റിലേഷൻഷിപ്പ് ആത്മാർത്ഥമായിട്ട് പ്രണയിച്ചു പോയതിൻ്റെ പേരിൽ, അല്ലെങ്കിൽ ആത്മാർത്ഥമായിട്ട് പ്രണയത്തിൻ്റെ പേരിൽ ഭയങ്കരമായിട്ടും ഡാർക്ക് സംഭവിച്ചു. ആ വ്യക്തി ജെനുവിൻ ആയിട്ടാണ് കാണാൻ പറ്റുന്നത്, ജെനുവിൻ വ്യക്തിയായിട്ടാണ് കാണാൻ പറ്റുന്നത്, സിൻസിയർലി ഉള്ള വ്യക്തിയായിട്ടാണ് കാണാൻ പറ്റുന്നത്. അതായത് ജെനുവിൻ ആയിട്ടുള്ള ഒരു ലേഡി എനിക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഒരു പ്യുവർ സോളായിട്ടുള്ള, ഭയങ്കരമായിട്ട് പ്യുവർ സോൾ, എന്താ പറയുക, ആൾക്കാർക്ക് മാനിപ്പുലേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനിലുള്ള യൂണിവേഴ്സിലെ കൂടുതൽ, അതായത് ആ വ്യക്തി എന്ത് പറഞ്ഞാലും കേട്ട് വിശ്വസിക്കുന്ന ഒരു വ്യക്തി എനിക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഭയങ്കരമായിട്ടും ആൾക്ക് മാനിപ്പുലേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയായിട്ടും കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഭയങ്കര സ്ട്രോങ് ആയിട്ട് മാറി എന്തൊക്കെയോ മൂവിങ് ഓൺ, എന്തൊക്കെയോ കാലം കഴിഞ്ഞു അല്ലെങ്കിൽ ടൈം കഴിഞ്ഞു, എന്തൊക്കെ വ്യക്തിയെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനായിട്ടും കാണാം. മൂവ് ഓൺ ടൈമിൽ ഭയങ്കര വിഷമിച്ച് നിൽക്കുന്ന ഒരു സിറ്റുവേഷനാണ് കാണാൻ പറ്റും. മേ ബി നിങ്ങളുടെ ഫ്രണ്ട്സ് ആയിരിക്കാം, ആരുമാവാം, ബിസിനസ് ആയിരിക്കും, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്കത് നോക്കി നമുക്കറിയാൻ പറ്റും. ബേസ്ഡ് ആക്കറ ഭയങ്കരമായിട്ടും ഐ തിങ്ക് എനിക്ക് തോന്നുന്നു ഈ വ്യക്തി ഭയങ്കരമായിട്ടും സംസാരിക്കുന്ന ഒരു തരം വ്യക്തിയായിരിക്കാം, ഭയങ്കരമായിട്ടും എല്ലാത്തിലും നമ്പർ 1 ആയിരിക്കാം. ഐ തിങ്ക് എനിക്ക് തോന്നുന്നു സെൽഫ് റെസ്പെക്റ്റ് കൊടുക്കുന്നൊരു വ്യക്തിയായിരിക്കാം. കണ്ണാടിയിൽ പോയി ഡെയിലി എനിക്ക് തോന്നുന്നു ഈ വ്യക്തി തന്നെ ആസ്വദിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. കൂടുതലും ലുക്കുള്ള വ്യക്തികളെ എനിക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ജോലി ഭയങ്കരമായിട്ടൊരു IT ഫീൽഡിലുള്ള ജോലിയായിട്ട് കാണാൻ പറ്റുന്ന ഒരു വ്യക്തികളെ എനിക്ക് കാണാൻ പറ്റുന്നു. ഭയങ്കര എനർജറ്റിക്കലി സംസാരിക്കുന്ന കുറേയധികം വ്യക്തികളെ കാണാൻ പറ്റും. ആൾക്കാരുടെ കമ്പനി അടിച്ച് ഇപ്പോൾ ആ വ്യക്തിയുടെ സിറ്റുവേഷൻ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത് മിണ്ടുന്നില്ല, ഒരു ഡൗൺ സിറ്റുവേഷൻ ആയിട്ടാണ് എനിക്ക് കാണാൻ പറ്റുന്നത്. മേ ബി ഭയങ്കരമായിട്ടും ഒരു റിലേഷൻ ആയിരിക്കാം ആ വ്യക്തിയുടെ സിറ്റുവേഷൻ. ഓക്കെ, നമുക്ക് നോക്കാം എന്താണെന്ന്. യെസ്, കറക്റ്റ് പറഞ്ഞൊരു എനർജി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് പെൽ ചൂസ് ചെയ്ത്, അല്ലെങ്കിൽ ഫസ്റ്റ് കാർഡ് ചൂസ് ചെയ്ത ആൾക്കാരുടെ, അല്ലെങ്കിൽ നിങ്ങൾ ആരാണോ ചൂസ് ചെയ്തിരിക്കുന്ന ആ ഒരു വ്യക്തിയുടെ സിറ്റുവേഷൻ, മേ ബി ഐ തിങ്ക് കറൻ്റ്ലി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ആ വ്യക്തിയുടെ സിറ്റുവേഷൻ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് നല്ല നോളജുള്ള വ്യക്തിയാണ്, ഭയങ്കരമായിട്ടും ഇൻറ്റ്യൂട്ടീവ് ആയിട്ടുള്ള വ്യക്തിയാണ്. ആ വ്യക്തിക്ക് എല്ലാം അറിയാനുള്ളൊരു ശേഷിയാണ്. പക്ഷേ ഇപ്പോൾ പണ്ടത്തെക്കാലം വെച്ച് നോക്കുകയാണെങ്കിൽ, ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ വെച്ച് നോക്കിയാൽ ഒരു ഭയങ്കര ഡാർക്ക് സിറ്റുവേഷനാണ്. മുന്നേ ഉള്ളൊരു വ്യക്തിയുടെ എനർജിയോ അല്ലെങ്കിൽ മുന്നേ ഉള്ളൊരു വ്യക്തിയോ അല്ല ഈ വ്യക്തി എന്നുള്ളത് ഭയങ്കരമായിട്ടും ഈ കാർഡ് തന്നെ പറയുന്നുണ്ട്. കാരണം വിഷമത്തിൻ്റെ ഒരു പീക്ക് കാണാൻ പറ്റും, ഭയങ്കരമായിട്ടും സാഡാണ് കൂടുതലും കാണാൻ പറ്റുന്നത്. മേ ബി ഐ തിങ്ക് എനിക്ക് തോന്നുന്നത് കുറച്ചധികം ആൾക്കാരുടെ റിലേഷൻഷിപ്പ്, ഞാൻ എല്ലായിടത്തും പറഞ്ഞു, കുറേയധികം എനർജി വരുന്നതുകൊണ്ട് എനിക്ക് കാണാൻ പറ്റുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒട്ടും പറ്റാത്തൊരു സിറ്റുവേഷനിൽ പിടിച്ച് നിൽക്കുന്നൊരു വ്യക്തിനെ എനിക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. മേ ബി ഐ തിങ്ക് എനിക്ക് തോന്നുന്ന ഒരു കല്യാണം കഴിഞ്ഞ് അവിടെ പറ്റുന്നില്ല, ഹസ്ബൻഡിലൂടെ പറ്റുന്നില്ല, അല്ലെങ്കിൽ കല്യാണം കഴിക്കാൻ നിൽക്കുന്ന വ്യക്തിയെ ഒട്ടും പറ്റില്ല, അങ്ങനെയൊക്കെയുള്ള കുറച്ചധികം എനർജിയോടെ കാണും. അല്ലെങ്കിൽ ആ റിലേഷൻഷിപ്പിൽ ഒട്ടും പറ്റാത്ത റിലേഷൻഷിപ്പിൽ പിടിച്ച് നിൽക്കുന്നുണ്ട്, എന്തിനോ വേണ്ടി ആർക്കോ വേണ്ടി പിടിച്ച് നിൽക്കുന്നതായിട്ടും കാണാൻ പറ്റുന്നുണ്ട്. ഒരു ലോ എനർജി, ഭയങ്കരമായിട്ട് വിഷമിച്ച് നിൽക്കുന്ന ഒരു എനർജി ആയിട്ട് കാണാം. എന്തൊക്കെയോ ഭയങ്കര ഒരു എന്താ പറയുക, ആ വ്യക്തിക്ക് ഒന്നും തന്നെ ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല, ഒന്നും തന്നെ ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലാണ് ആ വ്യക്തി നിൽക്കുന്നത്. ഭയങ്കര ഡാർക്ക് സിറ്റുവേഷൻ, എന്ത് ചെയ്തു കഴിഞ്ഞാലും അത് ഭയങ്കര വിഷമിച്ചൊരു മൂഡ് സ്വിങ്സ് പോലെ വിഷമിച്ച് നിൽക്കുന്നൊരു ടൈമൊക്കെ ആയിട്ട്, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു വിഷമിച്ച് നിൽക്കുന്നൊരു സിറ്റുവേഷനൊക്കെ ആയിട്ടാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നത് ഭയങ്കരമായിട്ടും. പക്ഷേ ക്യൂട്ടായിട്ടുള്ളൊരു ലേഡിയാണ്, അല്ലെങ്കിൽ ക്യൂട്ടായിട്ടുള്ളൊരു ബോയ് ആണ് ആ വ്യക്തി. ഭയങ്കര എന്താ പറയുക, ഡൗൺ സിറ്റുവേഷനിലായിട്ട് ഇപ്പോൾ കാണുന്നുണ്ട്, മേ ബി അറിയത്തില്ല. ഈ വ്യക്തിയുടെ ഒരു സ്വഭാവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം പേഷ്യൻ്റായിട്ട് പ്ലാൻ ചെയ്ത് ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള വ്യക്തിയായിട്ടാണ് കാണാൻ പറ്റുന്നത്. മേ ബി ഐ തിങ്ക് എനിക്ക് തോന്നുന്നത് വെച്ച് കഴിഞ്ഞാൽ പണിയെടുത്ത് സാക്രിഫൈസ് ചെയ്യും എല്ലാത്തിനും വേണ്ടിയിട്ട്. കാറ്റ്, മഴ, വെയിൽ എന്ത് തന്നെ വന്നാലും ആ വ്യക്തിയുടെ ഗോൾ എന്താണ്, ആ വ്യക്തിയുടെ ലക്ഷ്യം എന്താണ്, പ്ലാനിങ് എന്താണ്, അതനുസരിച്ച് പോകാനുള്ള, കാരണം ഫ്യൂച്ചർ ഈസ് ഹിയർ, ഫ്യൂച്ചർ ആളുടെ കയ്യിലുണ്ട്. ഫ്യൂച്ചർ എന്താണെന്ന് അറിഞ്ഞ് പ്രവർത്തിക്കാനുള്ള പ്രത്യേക ശേഷിയുള്ള, പ്രത്യേക ഇൻറ്റ്യൂഷനുള്ളൊരു വ്യക്തിയായിട്ടാണ് ആ വ്യക്തിനെ എനിക്ക് കാണാൻ പറ്റുന്നത്. ഭയങ്കരമായിട്ടും പ്ലാൻ ചെയ്ത കാര്യങ്ങൾ അതേപടി നടത്താൻ പേഷ്യൻ്റായിട്ട് ഇരുന്ന് ആ ടൈം വരുന്ന സമയത്ത് അത് ചെയ്ത് തീർക്കാനുള്ളൊരു കഴിവുള്ളൊരു വ്യക്തിയായിട്ടാണ് ഫസ്റ്റ് പേയിൽ ചൂസ് ചെയ്ത ആൾക്കാരുടെ എനിക്ക് കാണാൻ പറ്റുന്നത്. ഭയങ്കരമായിട്ടുള്ളൊരു എന്താ പറയുക, ഒരു സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള വ്യക്തിയായിട്ടും കാണാൻ പറ്റും. പക്ഷേ ചില എനർജി, ഞാൻ പറഞ്ഞില്ലേ, എനർജീസ് മാറി എന്തോറും കാർഡ് മാറി വരുന്ന സിറ്റുവേഷൻ ആയിട്ടാണ് കാണാൻ പറ്റും. ഐ തിങ്ക് കാർമിക് സിറ്റുവേഷൻ ഉള്ളതായിട്ട് കാണാൻ പറ്റും. പാസ്റ്റ് ലൈഫിലുള്ള എന്തോ സ്വപ്നങ്ങൾ കാണുന്നൊരു വ്യക്തിയായിട്ട് കാണാം. ഈ ഒരു ടൈമിൽ ആ വ്യക്തി ഭയങ്കരമായിട്ട് സ്വപ്നങ്ങൾ കാണുന്നൊരു ടൈമായിട്ടും കാണാൻ പറ്റുന്നുണ്ട്. ഭയങ്കര എന്താ പറയുക, പഞ്ചഭൂതങ്ങളാൽ ആങ്സിസ്റ്റേഴ്സ്, സ്പിരിച്വൽ ഗൈഡ്സ് ഒക്കെ ഗൈഡ് ചെയ്യുന്നതായിട്ടും കാണാൻ പറ്റുന്നുണ്ട്. സ്പിരിച്വാലിറ്റിയിലുള്ള വ്യക്തിയായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. നോ സ്പിരിച്വാലിറ്റി കയറിയ വ്യക്തികളായിട്ടും കാണാൻ പറ്റുന്നുണ്ട്. മേ ബി നിങ്ങളായിരിക്കാം ആ വ്യക്തിനെ സ്പിരിച്വാലിറ്റിയിലോട്ട് കയറ്റിയത്. അങ്ങനെയൊക്കെയുള്ള കുറച്ചധികം മെഡിറ്റേഷൻ ചെയ്യുന്ന വ്യക്തിയായിട്ട് കാണാൻ പറ്റും. നിസ്കരിക്കുന്ന വ്യക്തി, അതേപോലെ തന്നെ യോഗാസ് ചെയ്യുന്ന വ്യക്തിയായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഭയങ്കരമായിട്ടുള്ള ദൈവവിശ്വാസം ഉള്ളൊരു വ്യക്തിനെ എനിക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് പൈൽ ചൂസ് ചെയ്ത ആൾക്കാരുടെ റീഡിംഗ് ആയിട്ട് എനിക്ക് കാണാൻ പറ്റുന്നത് ഗൈസ്. ഫസ്റ്റ് പൈൽ ചൂസ്, അതായത് ഫസ്റ്റ് കാർഡ്, ഫസ്റ്റ് ചിത്രം സെലക്ട് ചെയ്ത വ്യക്തികളുടെ സിറ്റുവേഷനാണത്. നമുക്കിനി സെക്കൻഡ് പൈൽ ഫസ്റ്റ് പൈലിൻ്റെ ഏഞ്ചൽ കാർഡ്, ഏഞ്ചൽ മെസ്സേജ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ,
ഫസ്റ്റ് പൈലിൻ്റെ ഏഞ്ചൽസ് കാർഡ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ ക്ലിയർ ആക്കുക. ആരാണെങ്കിലും നിങ്ങൾ ഈ വ്യക്തി ആരാണെങ്കിൽ തന്നെ, ഇപ്പോൾ കമ്മ്യൂണിക്കേഷൻ ഫ്രണ്ട് ആണെങ്കിലോ നിങ്ങളുടെ അടുത്തറിയാമെന്നുള്ള ആരെങ്കിലും ആണെന്നുണ്ടെങ്കിലോ നിങ്ങൾക്ക് ആ വ്യക്തിയെ ട്രസ്റ്റ് ചെയ്യാം. ട്രസ്റ്റ് ഇഷ്യൂ ഉള്ള വ്യക്തിയല്ല, ട്രസ്റ്റ് ചെയ്യാമെന്നുള്ളൊരു വ്യക്തിയാണ്, ബ്ലെസ്സിങ്സ് ഉള്ള വ്യക്തിയാണ്. ഇൻ ദ നിയർ ഫ്യൂച്ചറിൽ നിങ്ങൾ തമ്മിൽ എന്തോ പരിപാടി ചെയ്യാനുണ്ട്, മേ ബി റിലേഷൻ ആയാലും ബിസിനസ് ആയാലും ആരായാലും ഇൻ ദ നിയർ ഫ്യൂച്ചറിൽ നിങ്ങളുമായിട്ട് എന്തോ പാസ്റ്റ് ലൈഫ് കണക്ഷൻ കാണുന്നുണ്ട്. വിത്തിൻ നെക്സ്റ്റ് ഫ്യൂ മന്ത്സിനുള്ളിൽ നിങ്ങൾ ഒരുമിച്ച് എന്തോ ഒരു പരിപാടി ചെയ്യുന്നതായിട്ടും ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. കമ്മ്യൂണിക്കേഷൻ ക്ലിയർ അല്ല എങ്കിൽ കമ്മ്യൂണിക്കേഷൻ ക്ലിയർ ആവും എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ക്ലിയർ ആക്കുക എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് പൈൽ ചൂസ് ചെയ്ത ആൾക്കാരുടെ എനിക്ക് പറയാനുള്ളത്. ഫസ്റ്റ് പൈൽ കുറച്ചധികം നല്ലൊരു എനർജി ആയിരുന്നു. ഇതിന് പുറമെ നിങ്ങൾക്ക് ആർക്കും പേഴ്സണൽ റീഡിംഗ് താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാമെന്നുള്ളതാണ്. നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഓക്കെ, ബൈ. ഓക്കെ, അടുത്ത രണ്ടാമതായി നമ്മൾ നോക്കാൻ പോകുന്നത് രണ്ടാമത്തെ ചിത്രം. അതായത് ഈ ഒരു ചിത്രം സെലക്ട് ചെയ്ത വ്യക്തികളുടെ നിങ്ങൾ ആരെയാണോ മനസ്സിൽ വിചാരിച്ചിരിക്കുന്നത് ആ ഒരു വ്യക്തിയുടെ ക്യാരക്ടർ, സ്വഭാവം, രീതിയൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സിറ്റുവേഷൻ എന്തൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സെക്കൻഡ് പൈൽ രണ്ടാമത്തെ ചിത്രം. രണ്ടാമത്തെ ചിത്രം ഓക്കെ, രണ്ടാമത്തെ ചിത്രം ചൂസ് ചെയ്ത. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ ചിത്രം ചൂസ് ചെയ്ത വ്യക്തിയുടെ സ്വഭാവം, ക്യാരക്ടർ, അവരുടെ സിറ്റുവേഷൻ എന്താണ്, അതൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, രണ്ടാമത്തെ ഫയൽ. ഓക്കെ, ഈ ഒരു വ്യക്തിയുടെ എനർജി അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയുടെ സിറ്റുവേഷൻ, ഈ വ്യക്തിയുടെ ക്യാരക്ടർ എന്ന് വെച്ചാൽ ഈ വ്യക്തി കൂടുതലധികം എല്ലാ കാര്യങ്ങൾക്കും സാക്രിഫൈസ് ചെയ്യുന്നൊരു വ്യക്തിയാണ്. മേ ബി ഐ തിങ്ക് എനിക്ക് തോന്നുന്നു ഇപ്പം ഈ വ്യക്തിയുടെ സ്വഭാവം അല്ലെങ്കിൽ ഈ വ്യക്തി വളർന്നുന്ന സാഹചര്യം, ഈ വ്യക്തി ജീവിക്കുന്നതും കളർഫുള്ളായിട്ടുള്ള ലൈഫിലായിരിക്കാം ജീവിക്കുന്നത്, എപ്പോഴും എൻജോയ്മെൻറ്റ് ചെയ്യണം, ഭയങ്കര ആർട്ടിഫിഷ്യലായിട്ട് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ്, പ്രാക്ടിക്കൽ മൈൻഡിൽ ചിന്തിക്കുന്ന ഒരു വ്യക്തിയായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അതേപോലെ തന്നെ മെറ്റീരിയൽ ലൈഫിൽ ഭയങ്കരമായിട്ടും സാധനങ്ങൾ മേടിച്ചു, ഗേൾസ് ആണെന്നുണ്ടെങ്കിൽ ഡ്രസ്സ് വാങ്ങുക, അതേപോലെ തന്നെ മാല, വള, അങ്ങനത്തെ ഉള്ള മെറ്റീരിയൽ സാധനങ്ങൾ കൂടുതലായിട്ട് മേടിക്കുന്ന ഒരു വ്യക്തിയായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അടിച്ച് പൊളിച്ച് ലൈഫ് എൻജോയ് ചെയ്ത് ജീവിക്കണം എന്നുള്ള വ്യക്തിയായും കാണാൻ പറ്റും. പക്ഷേ ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ എത്തിപ്പെട്ട് കഴിഞ്ഞാൽ കുറേ അധികം സാക്രിഫൈസ് ചെയ്യുന്നതായിട്ട്, ഇപ്പോൾ റിലേഷൻഷിപ്പിലായാലും കുറേ അധികം സാക്രിഫൈസ് ചെയ്യാൻ താല്പര്യമുള്ള, സാക്രിഫൈസ് ചെയ്ത് അതൊക്കെ അതിൽ നിന്നൊക്കെ കരകയറി ആ ഒരു ലൈഫ് സ്റ്റൈൽ നല്ല രീതിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കെൽപ്പുള്ളൊരു വ്യക്തിയായിട്ടും ഈ വ്യക്തിനെ കാണാൻ പറ്റുന്നുണ്ട്. ഈ വ്യക്തി എന്ത് കാര്യത്തിലോട്ട് ഇറങ്ങി ചെന്ന് കഴിഞ്ഞാലും, മേ ബി ബിസിനസ് ആയിരിക്കാം, റിലേഷൻഷിപ്പ് ആയിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പം ഓഫീസ് പരമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ എടുത്ത് ചെയ്യുന്നൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഈ വ്യക്തി 100% ഈ വ്യക്തിയുടെ സോൾ അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ ബോഡി അതിന് തയ്യാറല്ലെങ്കിൽ പോലും ഈ വ്യക്തി അവിടെ വിജയക്കൂടി പാറിച്ച് അതൊരു ഭയങ്കരമായിട്ടുള്ളൊരു എന്താ പറയുക, അതൊരു വാണിംഗ്, ഒരു ഭയങ്കരമായിട്ടൊരു വാറായിട്ട് എടുത്ത് അതിനൊരു ചലഞ്ചായിട്ട് എടുത്തതിന് ശേഷം അതിനെ നല്ല രീതിക്ക് ഈ വ്യക്തി അക്സെപ്റ്റ് ചെയ്ത് അതിലോട്ട് പോകാൻ വേണ്ടിയുള്ള കെൽപ്പുള്ളൊരു വ്യക്തിയായിട്ടും കാണാൻ പറ്റുന്നുണ്ട്. കാരണം എന്ത് കാര്യത്തിലാണോ ഇറങ്ങുന്നത്, എന്താണ് വ്യക്തിക്ക് നേടണം എന്ന് വിചാരിക്കുന്നത്, അത് ഒരു പോയിന്റ് പോലും ചിന്തിക്കാണ്ട് ആർക്ക് എന്ത് മനോഭാവം വന്നു കഴിഞ്ഞാലും ഒരു കുഴപ്പവുമില്ല, എനിക്ക് നേടാനുള്ളത് ഞാൻ നേടും എന്നുള്ളൊരു മൈൻഡുള്ളൊരു വ്യക്തിയാണ്. അത് ആ വ്യക്തി നേടുകയും ചെയ്യും. എന്താണ് വിചാരിക്കുന്നത് അത് ആ വ്യക്തി നേടിയിരിക്കും. എത്ര കാലം എടുത്താലും നേടിയിരിക്കും. ഭയങ്കരമായിട്ടും സംസാരിക്കുന്നൊരു വ്യക്തിയായിട്ടും കാണാൻ പറ്റും. പക്ഷേ ഈ ഒരു സമയത്ത് സംസാരം അങ്ങനെ ഭയങ്കരമായിട്ടും ഇതായിട്ട് ഒരു അടഞ്ഞൊരു സംസാരം, ഇപ്പം ടോക്കിംഗ് ഇല്ലാത്തൊരു ടൈമായിട്ടും കാണാൻ പറ്റും. എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉള്ളതായിട്ടും കാണാൻ പറ്റുന്നുണ്ട്. സംസാരം മേ ബി കമ്മ്യൂണിക്കേഷൻ ആയിരിക്കാം, നിങ്ങൾ തമ്മിലുള്ള എന്തെങ്കിലും കമ്മ്യൂണിക്കേഷൻ ഡൗൺ ആയി പോയതായിരിക്കാം. പണ്ടത്തെക്കാളും അത്ര ഇപ്പോഴത്തെ ഒരു ടൈമിൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവുന്നതായിട്ടും കാണാൻ പറ്റുന്നില്ല. നല്ലൊരു സംസാരിക്കുന്ന വ്യക്തിയാണ്. കംഫർട്ട് സോൺ കിട്ടിക്കഴിഞ്ഞാൽ നന്നായിട്ട് സംസാരിക്കാൻ അറിയാവുന്ന വ്യക്തിയാണ്. പക്ഷേ ഈ വ്യക്തിനെ സംബന്ധിച്ച് എല്ലാം ഉണ്ട്. മേ ബി ജോലി ഉണ്ടായിരിക്കാം, നല്ലൊരു റിലേഷൻഷിപ്പിലായിരിക്കാം, മേ ബി നല്ലൊരു സിറ്റുവേഷൻ ആയിരിക്കാം, ഹസ്ബൻഡും മക്കളും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെയും എടുക്കാം. അങ്ങനെ എല്ലാം ഉണ്ടെങ്കിൽ, പണം അങ്ങനെ എല്ലാം ഉണ്ടെങ്കിൽ തന്നെ ഈ വ്യക്തി ഭയങ്കര ഡൗൺ സിറ്റുവേഷനാണ്. ഒറ്റയ്ക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ ഈ വ്യക്തിനെ അലട്ടുന്നുണ്ടെങ്കിൽ പോലും ഈ വ്യക്തിക്ക് രാജ്യം ഉണ്ട്, ഈ രാജാവിന് അല്ലെങ്കിൽ ഈ രാജ്ഞിക്ക് രാജ്യമുണ്ട്, എങ്കിലും അവിടെ ഭരിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. കാരണം
എന്തൊക്കെയോ പ്രശ്നങ്ങൾ കാരണം എന്തൊക്കെയോ ഉണ്ട്, വീട്ടിലെന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. വീട്ടുകാർ കുറച്ച് തേർഡ് പാർട്ടി സിറ്റുവേഷൻ വീട്ടുകാരുള്ളതായിട്ട് കാണാൻ പറ്റും. ബോറടിച്ച് നിൽക്കുന്ന സിറ്റുവേഷനായിട്ട് കാണാൻ പറ്റിയിട്ട് കുഞ്ഞിനെ വളർത്തിവിട്ടതിൻ്റെ ഒരു സിറ്റുവേഷനായിട്ടും എനിക്ക് കുറേ അധികം ആൾക്കാരെ കാണാൻ പറ്റുന്നുണ്ട്. മേ ബി ഐ തിങ്ക് കൊച്ചിയിലെ വന്നൊരു സാഹചര്യം, ഈ ഒരു സാഹചര്യം വെച്ചിട്ട് ആ വ്യക്തി കമ്പയർ ചെയ്യുന്നുണ്ടായിരിക്കും. പണ്ടത്തെ ഒരു ലൈഫ് മതിയായിരുന്നു, കുറച്ച് ഏജ് കൂടി, അല്ലെങ്കിൽ ഈ ഒരു ടൈമിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റും, ഭയങ്കര ബോറടിച്ചൊരു സിറ്റുവേഷൻ, എന്ത് ചെയ്യണമെന്ന് വ്യക്തിക്ക് അറിയത്തില്ല, ഭയങ്കര ഡൗൺ സിറ്റുവേഷൻ, ആരും സംസാരിക്കാനും പറയാനും ആരും ഇല്ല ഈ വ്യക്തിക്ക്. അങ്ങനെയൊക്കെ കുറേ അധികം ഒരു ഡൗൺ സിറ്റുവേഷൻ എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ആരുമില്ല, നല്ലൊരു തിക്ക് ഫ്രണ്ട് ഈ വ്യക്തിക്ക് ഇല്ലായിരിക്കാം ഐ തിങ്ക്. അങ്ങനെയൊക്കെയുള്ള കുറച്ചധികം കാര്യങ്ങൾ എനിക്കിത് കറക്റ്റ് കാണാൻ പറ്റുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ല, നേരത്തെ പറഞ്ഞ മെറ്റീരിയൽ സ്പിരിച്വൽ ലൈഫിൽ പ്രോസ്പെക്റ്റ് ഉണ്ടാകുന്നുണ്ട്. ഭയങ്കര ദൈവവിശ്വാസിയായിട്ടുള്ള ഒരാളായിട്ട് എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഭയങ്കരമായിട്ടും ആരാധന ഉള്ളൊരു വ്യക്തിയായിട്ട് എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതേപോലെ തന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇതൊരു രാജ്ഞിയോ രാജാവോ തന്നെയാണ്. ഈ വ്യക്തിക്ക് ഡ്രസ്സിങ് സെൻസ് ഭയങ്കരമായിട്ടും ഉള്ളൊരു വ്യക്തിയായിട്ടും കാണാൻ പറ്റുന്നുണ്ട്. ഭയങ്കര ഡ്രസ്സിങ് സെൻസ് ഉള്ള വ്യക്തിയായിട്ടും കാണാൻ പറ്റുന്നുണ്ട്. അതേപോലെ തന്നെ ഭയങ്കര ആറ്റിറ്റ്യൂഡുണ്ട്, ഒരു ദീർഘവീക്ഷണം ഉള്ളൊരു വ്യക്തിയായിട്ടും കാണാൻ പറ്റുന്നുണ്ട്. എന്ത് കാര്യങ്ങൾ ചെയ്യാൻ ഇറങ്ങിയാലും അത് ചെയ്യാൻ ഈ വ്യക്തിക്ക് അറിയാം, അല്ലെങ്കിൽ അതിൻ്റെ പീക്ക് എന്താണെന്നറിയാം, അത് മുന്നേ കണ്ട് ഇൻറ്റ്യൂഷൻ ഭയങ്കര കൂടുതലാണ്. തേർഡ് ഐ ചക്ര ഭയങ്കര വർക്ക് ചെയ്യുന്നൊരു വ്യക്തിയായിട്ടും കാണാൻ പറ്റും. ഇൻറ്റ്യൂഷൻ ഭയങ്കര കൂടുതൽ, തേർഡ് ഐ ചക്ര വർക്ക് ചെയ്യുന്ന വ്യക്തിയാണ്, ഭയങ്കര ദീർഘവീക്ഷണമുള്ള വ്യക്തിയായിട്ടും കാണാൻ പറ്റുന്നുണ്ട്. എന്ത് കാര്യത്തിലോട്ട് ഇറങ്ങിയാലും അത് ചെയ്യാൻ പറ്റും, അത് നേരത്തെ പറഞ്ഞായിരുന്നു. ഭയങ്കര തേർഡ് ഐ, അതായത് ഇൻറ്റ്യൂഷൻ ഭയങ്കര കൂടുതലാണ്. എല്ലാ കാര്യങ്ങളും മുൻകൂട്ടി ചെയ്യാനുള്ള കഴിവുണ്ട്, എല്ലാ കാര്യങ്ങളും അറിയാം, എങ്ങനെയാണ് ഏത് വിധത്തിലാണ് ചെയ്യണം. സ്മാർട്ടാണ്, ബ്രില്യൻ്റാണ്, ഇൻ്റലിജൻ്റ് ആണ്, അങ്ങനെയൊക്കെ നമുക്ക് പറയാൻ പറ്റും. ഈ വ്യക്തിയെ സംബന്ധിച്ച് കുറേ അധികം ആഗ്രഹങ്ങളുള്ള വ്യക്തിയാണ്. ഈ ആഗ്രഹങ്ങൾക്ക് പോകും തോറും ഈ വ്യക്തി ആഗ്രഹങ്ങൾ മാത്രമേ നോക്കുന്നുള്ളൂ, ആഗ്രഹങ്ങൾ മാത്രം പിടിച്ച് വെക്കും തോറും ഈ വ്യക്തിയുടെ കയ്യിൽ നിന്നും കുറേ പോകുന്നു. മേ ബി ശരീരം പോകുന്നതായിരിക്കാം. ഭയങ്കര ഹാർഡ് വർക്ക് ചെയ്യുന്നൊരു വ്യക്തിയെ കാണാൻ പറ്റുന്നുണ്ട്. ആഗ്രഹങ്ങളിലോട്ട് പോകും തോറും ആഗ്രഹങ്ങൾ തേടി പോകും, ഗോൾ സെറ്റ് ചെയ്ത് ആഗ്രഹങ്ങൾ മാത്രം തേടി പോകും. ശരീരം പോകുന്നതോ അല്ലെങ്കിൽ അതിന് ടൈം പോകുന്നതോ അതൊന്നും നോക്കുന്നില്ല. ബാക്കിയുള്ള ചിന്താഗതി അങ്ങനത്തുള്ള കാര്യങ്ങളൊന്നും വ്യക്തി നോക്കുന്നില്ല. എന്താണ് ഈ വ്യക്തിയുടെ ആഗ്രഹം അതിനനുസരിച്ച് ഓടിപ്പോയി അതിനെ പിടിച്ച് അതിനെ ആ ഒരു കാര്യങ്ങളൊക്കെ അച്ചീവ് ചെയ്ത് പോകുന്നൊരു ബ്രില്യൻ്റ് ആയിട്ടുള്ള വ്യക്തിയായിട്ടാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നത്. അതിന് മേ ബി ടൈം കഴിഞ്ഞ് പോകുന്നതോ ശരീരം പോകുന്നതോ ഇതൊക്കെ ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള വ്യക്തിയാണ്. അപ്പം എന്ത് തന്നെ ചെയ്ത് കഴിഞ്ഞാലും ഡെഡിക്കേറ്റഡാണ് ഭയങ്കരമായിട്ടും. മേ ബി ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലോട്ട് വന്നത് നിങ്ങളെ കുറേ കാര്യം പഠിപ്പിക്കാൻ വേണ്ടിയായിരിക്കും. അല്ലെങ്കിൽ ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിലോട്ട് വന്ന് ഈ വ്യക്തി കാരണം നിങ്ങൾ കുറേ അധികം കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. സ്പിരിച്വാലിറ്റിയിൽ കയറിയ മേ ബി ഈ വ്യക്തി കാരണമായിരിക്കും. ഈ വ്യക്തി കാരണം നിങ്ങളുടെ ലൈഫിൽ കുറേ കാർമിക് സിറ്റുവേഷൻ വന്നിട്ടുണ്ട്. ടീം ഫ്ലെയിം ജേണി ആയിരിക്കും, പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആയിരിക്കാം. കുറേ അധികം ആൾക്കാർ ഈ വ്യക്തി കാരണം നിങ്ങളുടെ ലൈഫിലോട്ട് ഇടിച്ച് കയറി വന്ന് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. യൂണിവേഴ്സ് ഒരു ലൂപ്പിലാക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയായിട്ടും കാണാൻ പറ്റുന്നുണ്ട്. മാനിഫെസ്റ്റേഷൻ അറിയാം, സൈക്കിക് എബിലിറ്റി ഉള്ള വ്യക്തിയാണ്. ഭയങ്കരമായിട്ടും എനർജി, ആൾക്കാരുടെ എനർജി എടുത്ത് പിടിച്ച് ഇതാക്കാൻ പറ്റിയ യൂണിവേഴ്സൽ പവറുള്ള വ്യക്തിയാണ്. മെഡിറ്റേഷൻ അറിയാവുന്ന വ്യക്തിയാണ്. ഈ വ്യക്തിയുടെ അടുത്തിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഈ വ്യക്തിയായിട്ട് നിങ്ങൾ സംസാരിക്കുന്ന സമയത്ത് ഭയങ്കര എനർജി പാസ് ചെയ്യാൻ സൈക്കിക് എബിലിറ്റി ഉള്ളത്. നിങ്ങൾ ഭയങ്കര കംഫർട്ട് സോണിലായിരിക്കാം മേ ബി ഈ ഒരു വ്യക്തി നിങ്ങളുടെ അടുത്ത് വരുന്ന ടൈമിൽ, അല്ലെങ്കിൽ ഈ വ്യക്തി നിങ്ങളോട് സംസാരിക്കുന്ന ടൈമിൽ. ഭയങ്കര യൂണിവേഴ്സൽ ആയിട്ട് അടുത്തൊരാളാണ്. കുറേയധികം കാര്യങ്ങൾ, ജ്ഞാനം ആയിട്ടുള്ള കാര്യങ്ങൾ, വിദ്യാഭ്യാസം ഉള്ള കാര്യങ്ങൾ, കുറേയധികം കാര്യങ്ങൾ നിങ്ങളെ പഠിപ്പിച്ച് തന്നത് മേ ബി ഈ വ്യക്തിയായിരിക്കും. ആറ്റിറ്റ്യൂഡുള്ളൊരു വ്യക്തിയാണ് ഈ വ്യക്തിയുടെ. മേ ബി പാസ്റ്റ് ലൈഫിലുള്ള കണക്ഷനാണ്. നിങ്ങൾ രണ്ടുപേരും പാസ്റ്റ് ലൈഫിൽ നിന്ന് വന്നൊരു വ്യക്തികളായിരിക്കാം ഐ തിങ്ക്. എനിക്ക് തോന്നുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, കാരണം കുറേ അധികം നിങ്ങളത് ഈ വ്യക്തിനെ കണ്ടത് എനിക്ക് ഐ തിങ്ക് എനിക്ക് തോന്നുന്നത് എന്ന് വെച്ചാൽ ഒരു അപ്രത്യക്ഷമായി യൂണിവേഴ്സലായിട്ട് നിങ്ങളെ കൊണ്ട് കണ്ട് മുട്ടിപ്പിച്ചതായിരിക്കാം മേ ബി ഐ തിങ്ക്. എന്തൊക്കെ പർപ്പസിന് വേണ്ടിയിട്ടായിരിക്കും, എന്തെങ്കിലും കാര്യങ്ങൾ നേടാൻ വേണ്ടിയിട്ട്, എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കാം മേ ബി നിങ്ങൾ തമ്മിൽ കണ്ടുമുട്ടിയത്. മേ ബി ചെറിയൊരു ഇൻസിഡൻറ്റിന് വേണ്ടിയായിരിക്കാം, എന്തെങ്കിലും കാർമിക് സിറ്റുവേഷനിലായിരിക്കാം കണ്ടുമുട്ടിയത്. ഇതാണ് സെക്കൻഡ് ബൈൽ ചൂസ് ചെയ്ത ആൾക്കാരടുത്ത് എനിക്ക് പറയാനുള്ളത്. അടുത്ത് നമുക്ക് സെക്കൻഡ് ബൈൽ ചൂസ് ചെയ്യുന്ന ആൾക്കാരടുത്ത് തന്നെ നമുക്ക് അതായത് സെക്കൻഡ് ചിത്രം സെലക്ട് ചെയ്ത ആൾക്കാരുടെ ആ വ്യക്തിയുടെ സിറ്റുവേഷൻ എന്താണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. യെസ്, 110% ഈ വ്യക്തി നിങ്ങളുടേതാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ വ്യക്തിയെക്കുറിച്ച് അറിയാം. ഈ പറഞ്ഞതെല്ലാം നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളായിരിക്കാം, ഉറപ്പാണ്. എന്തൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട് വെയിറ്റ് ചെയ്യണം. നിങ്ങൾക്ക് എന്തൊക്കെ ഇറ്റ്സ് അപ് ടു യു. ഈ വ്യക്തി നിങ്ങളുടേതാണ്, അല്ലെങ്കിൽ ഈ വ്യക്തി നിങ്ങളുടേതാക്കി മാറ്റും. ഈ ഒരു എനർജി നിങ്ങളുടെ എനർജിയാണ്. അതിശയപ്പെടുത്തിക്കൊണ്ട് ഈ വ്യക്തി എനർജി നിങ്ങൾ തമ്മിൽ എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. യെസ്, അതിന് വെയിറ്റ് ചെയ്യണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് പറയാനുള്ളത്. നിങ്ങൾക്ക് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതിന് പുറമെ ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഓക്കെ, ബൈ, ടാറ്റ.